അച്ഛൻ വിളിച്ചില്ലേ അമ്മേ? വിളിച്ചു. എന്താ പെങ്ങളെ, ഇപ്പോഴും ടെൻഷൻ മാറിയില്ലേ? ഇത് കല്യാണ തലേന്നാ, അത് ഓർമ്മ വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉത്തമ, എന്റെ മനസ്സിന് ഒരു സന്തോഷവും ഇല്ല. നാളെ ക്ഷേത്രത്തിൽ വെച്ച് എന്തൊക്കെയോ സംഭവിക്കുമെന്ന് വല്ലാത്തൊരു പേടി. അമ്മ ആരെയാ പേടിക്കുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ലേ നമ്മൾ. ആരെയും പേടിച്ച് ഒളിച്ചോടാനൊന്നും പറ്റില്ല. അമ്മ മനസ്സ് വേദനിപ്പിക്കാതെ സന്തോഷമായിട്ടിരിക്കും. ഞാൻ ഈ തടി പോലെ നിൽക്കുമ്പോ പെങ്ങൾ ആരെയാ ഭയക്കുന്നേ? ഞാനൊരു പട്ടാളക്കാരനാ. കൊല്ലേണ്ടി വന്നാൽ അതിനും എന്റെ മനസ്സ് പിന്നോട്ട് പോവില്ല. നീ കൂടെ ഉണ്ടായിട്ടല്ലേ എന്റെ മോന് നേരെ ആക്രമണം ഉണ്ടായത്. നീയപ്പോ എന്താ ചെയ്തത്? സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ? അത് പിന്നെ ചുമ്മാ നടന്നു പോകുമ്പോ ഒരു വാഹനം പെട്ടെന്ന് വന്ന് ഇടിച്ചാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ ഇവിടെ ഒരു സംസാരം? നാളത്തെ ഒരുക്കങ്ങളൊക്കെ എന്താ ഉത്തമ? നമ്മുടെ ഭാഗം എല്ലാം ഓക്കെ ആവാത്തത് പെങ്ങടെ മൈൻഡാ. എന്താ മോളെ നിന്റെ പ്രശ്നം? നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി എനിക്കുണ്ടച്ച. ഉള്ളിൽ അരുതെന്ന് വിളക്കാൻ ശ്രമിച്ചിട്ടും അശുഭ ചിന്തകളാ മനസ്സില്. മംഗലശ്ശേരിക്കാർക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ കവിത ജാമ്യത്തിലിറങ്ങിയിരിക്കല്ലേ? ദക്ഷയും രംഗത്തുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നമ്മള് ഇതിൽ വന്ന് പെട്ടുപോയി. അങ്ങനെ ഒരു ചിന്ത നിനക്ക് വേണ്ട ആശേ. ദദ്രേത്ത് ഭദ്രമൂസിന്റെ പേരക്കുട്ടിയാ ഗോവിന്ദ്. അവന്റെ നേരെ വരാൻ ധൈര്യമുള്ളവരുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണണം. അമ്മ ഹാപ്പിയായിട്ടിരിക്കുക. നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടന്നിരിക്കും. നാളെ ഇതേ സമയത്ത് ഇവിടെ ലച്ചു ഉണ്ടാവും. അമ്മയുടെ മരുമകളായി. എല്ലാം നന്നായി കഴിഞ്ഞു കിട്ടിയാ മതി. എന്റെ അമ്മയെ അത് മനസ്സിന്ന് വിട്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. ഭാര്യയൊരു പാചകക്കാരുമായി വന്ന് നിൽപ്പുണ്ട്. അങ്ങളെ വന്നേ. നീ സമാധാനമായിരിക്കും മോളെ. മഹാദേവന്റെ തുണ നമുക്ക് എപ്പോഴും ഉണ്ടാവും. രാത്രി പൂജയുണ്ട്. അച്ഛൻ അങ്ങോട്ട് ചെല്ലട്ടെ. സഞ്ജുക്ക് ഇപ്പൊ വരും. വാ. ചേച്ചി രസീത് വാങ്ങുമ്പോ രാജുട്ടിനെ കണ്ടില്ലല്ലോ. ഇപ്പൊ വരൂ അമ്മു. എന്താ അമ്മു, നീ പെരുവണ്ണാപുരത്തമ്മയുടെ മുന്നിൽ വരണമെന്ന് പറഞ്ഞത്? ജയദേവൻ തിരുമേനി അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പോയി പൂജ നടത്താനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരുമ്പോ ഞാനും അമ്മയും പലതവണ നിന്നോട് ചോദിച്ചതാ. നീയൊന്നും പറയുന്നുമില്ല. എനിക്ക് പെരുവണ്ണാപുരത്തമ്മയുടെ മനസ്സറിയണം. അതറിഞ്ഞിട്ടേ ഏത് പൂജയ്ക്കും ഞാൻ പോകുന്നുള്ളൂ. പെരുവണ്ണാപുരത്തമ്മ എന്ത് തീരുമാനം പറയാനോ അമ്മു? അതിനാ ഞാൻ അഭിഷ്ടസിദ്ധി പൂജ ചെയ്യുന്നത്. അഭിഷ്ടസിദ്ധി പൂജയിൽ ചുവന്ന പൂക്കളാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ താലി അഴിക്കുന്നതിനും മറ്റൊരു താലി ഏറ്റുവാങ്ങുന്നതിനുള്ള അമ്മയുടെ അനുവാദമാണെന്ന് സാരം. ഇനി അതല്ല വെളുത്ത പൂക്കളാണ് കിട്ടുന്നതെങ്കിൽ അമ്മ എന്നെ അതിനെ അനുവദിക്കില്ലെന്ന് ഞാൻ കരുതും. വിവാഹം ഉറപ്പിച്ചു വെച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്ത് ചെയ്യും? എന്റെ മനസ്സറിഞ്ഞിട്ടാണോ ചേച്ചി ഈ വിവാഹം ഉറപ്പിച്ചത്? പെരുവണ്ണാപുരത്ത് അമ്മയുടെ തീരുമാനം എനിക്കറിയണം. അമ്മ എതിർപ്പ് പറഞ്ഞ ഞാൻ നിങ്ങൾക്കൊപ്പം വരില്ല. നീ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. അമ്മോ, നീ അവിവേഹം ഒന്നും കാട്ടരുത്. ഇപ്പൊ എന്റെ മുന്നിൽ മറ്റാരുമില്ല. പെരുവണ്ണാപുരത്ത് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും.
എന്റെ വഴി നിശ്ചയിക്കുന്നത് പെരുവണ്ണാപുരത്ത് അമ്മ. അഭീഷ്ടസിദ്ധി പൂജയ്ക്കുള്ള രസീത്. എന്തഭീഷ്ടം അമ്മുന് സാധിക്കേണ്ടത്? അവളെന്താ മറുപടി ഒന്നും പറയാത്തത്? കല്യാണം വേണോ വേണ്ടെന്ന് ദേവി തീരുമാനിക്കട്ടെ എന്ന് അവള് പറയുന്നത്. അതിനാ ഈ അഭിഷ്ടസിദ്ധി പൂജ. അമ്മ, എന്ത് തീരുമാനം ഞാൻ കൈക്കൊള്ളണമെന്ന് അമ്മ പറഞ്ഞാലും എനിക്ക് ഈ താലി അടിക്കാൻ അമ്മ അനുവാദം തന്ന അദ്ദേഹത്തിന്റെ ജീവൻ കാത്തുകൊള്ളാന്ന് എനിക്ക് ഉറപ്പ് തരണം. അതിനമ്മയ്ക്ക് കഴിയില്ലെങ്കിൽ എനിക്ക് വെളുത്ത പൂക്കൾ തന്നാ മതി. ആരും അറിയാതെ ഏതെങ്കിലും നാട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി ഞാൻ ഈ താലി അണിഞ്ഞ് ജീവിച്ചോളാം. ദേവി, അവൾക്ക് അനുവാദം നൽകണേ. ചുവന്ന പൂക്കൾ നൽകി അനുഗ്രഹിക്കണേ. ദേവി, എന്റെ അനിയത്തിക്കൊരു ജീവിതം നൽകണേ. അവൾക്കൊരു കുടുംബം ഉണ്ടായി കാണാനുള്ള ഭാഗ്യം എനിക്ക് തരണേ. അമ്മയുടെ മകളല്ലേ അവള്. ഇവളെന്തൊക്കെയാ കാണിക്കുന്ന? പാവം ഗോവിന്ദ്, അവന്റെ സ്വപ്നങ്ങളെ ലച്ച് തകർത്ത് കളയാണല്ലോ. ലക്ഷ്മി, അഭിഷ്ടസിദ്ധി പൂജ. ദേവി, അവിടുന്ന് കാത്തു. അമ്മു, നിനക്ക് നിന്റെ അമ്മ അനുവാദം തന്നു മോളെ. നമ്മുടെ പ്രാർത്ഥന ദേവി കേട്ടു. ഇത് തന്നെയാ പെരുവണ്ണാപുരത്ത് അമ്മയുടെ തീരുമാനം. कल्पवृक्षाय नमतां कामधेनवे।
എനിക്ക് കിട്ടിയ ചില സൂചനകൾ വെച്ച് കവിത നാളെ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ആരാ സൂചന തന്നത്? പല ലോക്കൽ ഗുണ്ടകളെ നമുക്കറിയാവുന്നതല്ലേ. എന്തോ വലിയ കൊട്ടേഷനാണ് ബുള്ളറ്റ് ബേബി വഴി അവർക്ക് വന്നിരിക്കുന്നത്. അവൻ ഗുണ്ടകളെ കോർഡിനേറ്റ് ചെയ്ത് ആ വിനായക ലോഡ്ജിലുണ്ട്. അത്രയും ആൾക്കാരെ കവിത രംഗത്തിറക്കിയെന്നുണ്ടെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന കല്യാണം രക്തച്ചൊരിച്ചിലിൽ ചെന്നെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. കവിതയ്ക്ക് വേണ്ടിയാണെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? കവിതയെ അറിയാവുന്ന ആള് തന്നെയാ വിവരം എന്നോട് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ സഞ്ജുവും സ്വാതിയും ഉൾപ്പെടെ മംഗലശ്ശേരിക്കാരെ അവൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. നാളെ കല്യാണ മണ്ഡപം ലക്ഷ്യം വെച്ചാവും ആക്രമണം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിലെന്താ നമ്മുടെ റോള്? അതെ, നമ്മൾ ഗാലറിയിൽ നിന്ന് കളി കണ്ടാ മതിയോ? പോരാ, കല്യാണം നാളെ മുടക്കാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കവിത അതിനിടയിൽ വന്ന് പെട്ടാലും ലച്ചുവും ഗോവിന്ദൻ തമ്മിലുള്ള വിവാഹം നടക്കരുത്. ലച്ചു ഇനി ഒരു വിവാഹത്തിലേക്കും പോവരുത്. എങ്കിൽ അവളെ തീർത്ത് കളയ വഴിയുള്ളൂ. ഇത്രയും കാലം ലച്ചുവിന്റെ ജീവൻ എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതവളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അതെനിക്കൊരു തിരിച്ചടിയായി തീരുമെന്ന് ഞാൻ ഭയന്നു. പിന്നെ അമ്മയെ കണ്ടെത്തി തന്നതിന്റെ നന്ദിയും അവളോടുണ്ട്. ഗോവിന്ദ് കൊല്ലപ്പെട്ട ലച്ചു ഈ ജന്മം ഒരു വിവാഹ ജീവിതത്തിന് തയ്യാറാവില്ല. നാളത്തെ അവസ്ഥ വെച്ച് ആരൊക്കെ കൊല്ലപ്പെടുമെന്ന് ഒരു ഉറപ്പും പറയാനാവില്ല. എന്റെ ആവശ്യം കവിത രംഗത്ത് വന്നാൽ അവിടെ ഇട്ട് അവളെ തീർത്ത് കളയുകയാണ്. ഞാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടിയാ. നമുക്ക് കൂട്ടാൻ കഴിയുന്നവരെ നമ്മളും തയ്യാറാക്കി നിർത്തണം. നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് കതിർ മണ്ഡപത്തിലേക്ക്. ഞാൻ പോരാ. വേണ്ടതൊക്കെ ചെയ്യാം. നാളെ നമ്മൾ തിരിച്ചു പോവുകയല്ലേ. സഞ്ജന മോള് ഇപ്പോഴും ബാംഗ്ലൂരിലാണ്. നാളെ മടങ്ങാൻ തന്നെയാ തീരുമാനം. മോളെയും കൂട്ടി വേണം ബാംഗ്ലൂരിൽ നിന്ന് മുംബൈക്ക് ഫ്ലൈറ്റ് കയറാൻ. അപ്പോ ഇന്ന് ഈ നാട്ടിലെ അവസാനത്തെ രാത്രിയാണ്. അതെ നമ്പീശ. മംഗലശ്ശേരിയിൽ നാളെ അധികം ആളുകളൊന്നും ജീവനോടെ ഉണ്ടാവില്ല. കവിത തന്നെ ആ കർമ്മം ചെയ്തു തരും. ആ നിലയ്ക്ക് എന്റെ മടക്കം ജയിച്ചു തന്നെയാ. മോളെക്കുറിച്ചുള്ള വേദന മാത്രമേ മനസ്സിലുള്ളൂ. അവള് വിദേശത്ത് പോകുന്നതോടെ അതങ്ങ് തീരും. വർമ്മ സാറിനോട് എനിക്ക് പറയാം, വിജയിച്ചു തന്നെയാ ദക്ഷ തിരിച്ചു വന്നതെന്ന്. അപ്പോ നാളെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം പക്കയല്ലേ? അതെ, 50ഓളം പേർ വരുന്ന ഒരു സംഘം ക്ഷേത്രത്തിന്റെ പല ഭാഗത്തായി ഗ്രൂപ്പ് തിരിഞ്ഞു നിൽക്കും. ക്ഷേത്രത്തിൽ കടന്നു കയറിയ ഒരു പദ്ധതിയല്ലേ നമ്മുടേത്. ദക്ഷയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നീക്കം നടക്കുന്നതായി അറിവുണ്ടോ? ഇതുവരെ അങ്ങനെ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ദക്ഷ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ദക്ഷ മംഗലശ്ശേരിക്കാർക്ക് വേണ്ടി അവൾ നിലകൊള്ളുമെന്ന് തോന്നുന്നില്ല. അവളെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കൊച്ചുടക്കാടിന് അവളെ അറിയാത്തോണ്ട്. നാളെ ഒരു ചേരിയിൽ ദക്ഷയും അവളുടെ ആൾക്കാരും ഉണ്ടാവും. നാളെ ചിലരൊക്കെ വീഴുമെന്നുള്ള കാര്യം ഉറപ്പാ. അതാരൊക്കെയാണെന്ന് ഇനി അറിയാം. ആര് വീണാലും എനിക്ക് വേണ്ടത് സ്വാതിയെ. സഞ്ജു രക്ഷപ്പെട്ടാൽ പോലും സ്വാതി ജീവനോടെ തിരിച്ചു പോരുത്. ആർക്കും അതിന് കഴിയുന്നില്ലെങ്കിൽ ഞാൻ തന്നെ രംഗത്തിറങ്ങേണ്ടി വരും. അത് വേണ്ട മാഡം. എനിക്ക് നോക്കാനൊന്നുമില്ല വക്കീലെ. വക്കീല് പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒന്നിനെ കൊന്നാലും രണ്ടിനെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാണെന്ന്. അതൊരു പറച്ചിൽ മാത്രമാണ്. മാഡം രംഗത്ത് വരാനേ പാടില്ല. മാഡം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ കൊച്ചിടക്കാരൻ സാധിച്ചു തന്നിരിക്കും.
എന്തേ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. അമ്മ സുന്ദരിയായല്ലോ. അവൾ അല്ലെങ്കിലും സുന്ദരിയല്ലേ കാവേരി? അമ്മൂനെ ഒരുങ്ങാതെ കാണുമ്പോഴാ കൂടുതൽ സുന്ദരിയായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, ചേച്ചി എവിടെ എത്തി? അവര് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതേ ഉള്ളൂ. സഞ്ജുന്റെ കൂടെ വരാൻ നിന്നതാ ശ്രീകുട്ടി. ആഹാ, എല്ലാരും ഒരുങ്ങി എത്തിയല്ലോ. ശ്രീദേവി, ഞാൻ പോയി സഞ്ജുവിനെ സ്വാധീനം കൂട്ടിയിട്ട് വരാം. പതുക്കെ. ആ. സുന്ദരി കുട്ടിയായി. ഒരു ഫോട്ടോ, ഒരു ചിരി. അതെ, ഒന്ന് വിട്ടു തരണേ, ഒരു കാര്യമുണ്ട്. വാ വാ, അമ്മയ്ക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ വരാവേ. എന്താ അമ്മേ? അമ്മയ്ക്ക് ഭാഗ്യമില്ലാതായി പോയി മോളെ. എന്നും നിന്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ദൈവം വിധിച്ചത് ഇതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നീ ആരുടെ കൂടെ ജീവിച്ചാലും എന്റെ ആദ്യത്തെ മരുമകൾ എന്ന് നീ തന്നെയായിരിക്കും. മോളെ, അമ്മയെ മറക്കരുത് കേട്ടോ. എനിക്കതിന് കഴിയോ അമ്മേ? പിന്നെ മോളെ, അമ്മ എനിക്ക് സമ്മാനിച്ച കുറച്ച് ആഭരണങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പാരമ്പര്യമായി മംഗലശ്ശേരിയിലെ മൂത്ത മരുമക്കൾ സൂക്ഷിച്ചു വെക്കേണ്ട ആഭരണങ്ങളാ. അത് ഞാനിത് മോൾക്ക് കൈമാറുക. അതിന് അവകാശി ചേച്ചിയല്ലേ അമ്മേ? അല്ല, അവൾക്കിത് ഒരു കൗതുക വസ്തു മാത്ര. അത് ധരിക്കേണ്ടതും സൂക്ഷിച്ചു വെക്കേണ്ടതും മോളാ. അത് നിന്റെ കൈവശം ഉണ്ടെങ്കിൽ നീ എവിടെ ജീവിച്ചാലും മംഗലശ്ശേരിക്ക് ഒരു ദോഷം ഉണ്ടാവില്ല. അതോർത്ത് നീ ഇത് സ്വീകരിക്കണം. വാ. ഒന്ന് വേഗത്തിൽ വിട് സഞ്ജു. അമ്മ എന്നെ 2 തവണ വിളിച്ചു. ഇതിലും വേഗത്തിൽ എങ്ങനെ പോവാനാ? മുഹൂർത്തത്തിന് ഇനി സമയമുണ്ട്. അവൾ അണിഞ്ഞൊരുങ്ങട്ടെ. സഞ്ജു ഇറങ്ങാൻ വൈകുന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ പോയേനെ. നീ ഒന്ന് അടങ്ങിയിരിക്കേ. ഓ, ഇനി അതെടുത്ത് സംസാരിച്ച സമയം കളയണ്ട. ഓ, ഉത്തരവ് അംഗീകരിച്ചു.